കൊല്ലം നഗരത്തിലെ മാലിന്യ കൂമ്പാരത്തിൽ പ്രതിഷേധം ശക്തമാക്കി ബി.ജെ.പി. മേയർക്ക് സമർപ്പിക്കാൻ മാലിന്യവുമായി എത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. നിരവധി ബി.ജെ.പി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നഗരത്തിലെമ്പാടും മാലിന്യ കൂമ്പാരങ്ങൾ പെരുകിയിട്ടും കോർപ്പറേഷൻ നടപടിയെടുത്തില്ല. തുടർന്ന് മേയർക്ക് സമർപ്പിക്കാൻ മാലിന്യം നിറച്ച ചാക്കുകളുമായിരുന്നു ബി.ജെ.പി. പ്രവർത്തകർ എത്തിയത്. കോർപ്പറേഷന് 200 മീറ്റർ അകലെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് പ്രതിഷേധ മാർച്ച് തടഞ്ഞു. പിന്നാലെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് കോർപ്പറേഷന് മുന്നിലേക്ക്. കോർപ്പറേഷൻ കവാടത്തിലേക്ക് എത്താൻ ശ്രമിച്ച ബി.ജെ.പി. വനിതാ നേതാക്കളെ അടക്കം ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ നീക്കം പാളി. കവാടത്തിനുള്ളിലേക്ക് പ്രവർത്തകർ മാലിന്യം വലിച്ചെറിഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി.ജെ.പി. നേതാവ് വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ രോഗാണുക്കൾക്കും ഏറ്റവും പെട്ടെന്ന് പടർന്ന് പന്തലിക്കുവാനുള്ള സാഹചര്യം കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിൽ വളർന്ന് പന്തലിക്കുന്ന ബാക്ടീരിയയും അതുപോലെ തന്നെ വൈറസുകളും ഒക്കെ തന്നെ ആദ്യം വളരാൻ കണ്ടുപിടിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നുവെങ്കിൽ ഇവിടുത്തെ മാലിന്യ സംസ്കരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം വഹിക്കുന്ന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാർ. അതിനൊരു പരിഹാരം തേടിയാണ് കൊല്ലം കോർപ്പറേഷനിലേക്ക് ബി.ജെ.പി. മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. റോഡിൽ കുത്തിയിരുന്ന ബി.ജെ.പി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കോർപ്പറേഷൻ ഭരണസമിതി ഇനിയും ഈ സമീപനം തുടർന്നാൽ സമരം ശക്തമാക്കാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. ബി.ജെ.പി. കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത്, ജില്ലാ ജനറൽ സെക്രട്ടറി വി.എസ്. ജിതിൻ ദേവ്, ജില്ലാ സെക്രട്ടറി ശൈലജ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനം, കൊല്ലം.